ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീഡിയോയുമായിട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗ്രോ അക്കാഡമിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ കേട്ടറ്റ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ കേട്ടറ്റ് PSC പോലെയുള്ള പരീക്ഷകൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രയോജനകരമാകും വിധമുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചാനൽ കൂടിയായി ഇത് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഗ്രോ അക്കാഡമി ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ, അതായത് 15/3/2026 നമ്മുടെ കേരള സർക്കാർ കേട്ടറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട്, അതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 1/9/2025 തീയതിയിൽ പുറപ്പെടുവിച്ച വിധിന്യായം ബാധകമാക്കുന്നത് സംബന്ധിച്ച് ഒരു ഉത്തരവ്, മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഒപ്പം തന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്നാണ്, അതായത് മാർച്ച് 16 തിങ്കളാഴ്ച, ഇന്നാണ് അധ്യാപകരായിട്ട് സർവീസിൽ തുടരുന്ന അധ്യാപകർക്ക്, കേട്ടറ്റില്ലാത്ത അധ്യാപകർക്ക് അവർക്കായിട്ട് മാത്രം നടത്തപ്പെടുന്ന മെയ് മാസത്തെ എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ളതും തെറ്റുതിരുത്താനുമുള്ളതുമായിട്ടുള്ള അവസാന സമയം ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അക്കാര്യം നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പലരും അവസാന നിമിഷത്തേക്ക് മാറ്റിവെച്ച് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ പഴയ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ കറക്റ്റ് ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാവാം ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഒരു 9:30-10 മണി വരെയുള്ള ടൈമിൽ നമുക്ക് കേട്ടറ്റിൻ്റെ വെബ്സൈറ്റ് ലഭിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ നിലവിലത് ആക്റ്റീവായിട്ടുണ്ട്. അത് പലരും അവസാന നിമിഷത്തേക്ക് മാറ്റിവെച്ച് ഒരുമിച്ച് കയറി ഹാങ് ആവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കരുത്. നമ്മൾക്ക് പഠനം അതുതന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയിരുന്നാൽ ഒരിക്കലും നമുക്ക് കേട്ടറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് അത്ര ഈസി ആയിരിക്കില്ല. കാരണം ഇത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ ഗ്രോ അക്കാഡമിയുടെ നേതൃത്വത്തിലുള്ള കേട്ടറ്റ് കാറ്റഗറി 1-2 വിഭാഗത്തിലേക്ക് പരീക്ഷ എഴുതുന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള മെയ് ജൂൺ മാസത്തെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന എല്ലാവർക്കും, സർവീസിൽ തുടരുന്നവർക്കും അല്ലാത്തവർക്കുമായിട്ടുള്ള ഓൺലൈൻ ബാച്ച് നാളെ ഔദ്യോഗികമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1000 രൂപയാണ് ആകെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും 73-067-69-353 എന്ന നമ്പറിൽ മെസ്സേജ് ഇടുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക. എത്രയും വേഗം അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടന്നു വരാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഇന്നലെ ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പലരും ആശ്വാസിച്ച് അല്ലെങ്കിൽ ആശ്വസിക്കപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ പലരുമുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് ആ വിധിന്യായം കാണാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കേട്ടറ്റിന് ഇളവ് കിട്ടുമെന്ന് അമിത ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന പല അധ്യാപകരും ഇന്ന് സർവീസിൽ തുടരുന്നുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നമ്മളുടെ സർക്കാർ ഇറക്കുന്ന എല്ലാ ഉത്തരവുകളിലും, പ്രത്യേകിച്ച് ടെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിധിന്യായങ്ങളിലും, എല്ലാ ഉത്തരവുകളിലും സുപ്രീം കോടതിയുടെ വിധിന്യായത്തിന് അനുസൃതമായിട്ടായിരിക്കുമെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, പ്രത്യേകിച്ച് സർവീസിൽ തുടരുന്നവർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ
റിട്ടയർമെൻ്റ് ആകാൻ 4 വർഷത്തിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഉള്ള സമയം 10-15 വർഷം സർവീസ് ഇനിയുള്ള അധ്യാപകരുണ്ടാകും. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇളവ് കിട്ടുമെന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. ആകെ സമയം എന്ന് പറയുന്നത് 2 വർഷമാണ്. 2027 സെപ്റ്റംബർ 1 മുൻപായിട്ട് നിങ്ങൾ കേട്ടിട്ട് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോകും. അത് നമ്മളുടെ ഈ ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റിൻ്റെ താഴെ വന്നിരിക്കുന്ന 3 ഓപ്ഷൻസും വളരെ പ്രധാനപ്പെട്ടാണ്. 3 പോയിന്റുകളും കേട്ടറ്റ യോഗ്യത സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി സർവീസിൽ തുടരുന്നതിനും 1/9/2025 മുൻപ് പ്രൊമോഷൻ ബൈ ട്രാൻസ്ഫർ നിയമനത്തിന് അർഹതയുള്ളതുമായ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് അവർ അതാത് കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യത 1/9/2025 മുതൽ 2 വർഷത്തിനകം നേടണമെന്ന നിബന്ധനയിലാണ് താൽക്കാലിക പ്രൊമോഷനും അതുപോലെ ബൈ ട്രാൻസ്ഫർ നിയമനവും അനുവദിക്കുന്നത്. ഓക്കെ, എല്ലാം കോടതി വിധിക്ക് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ തന്നെ 3 ഡിവിഷൻസ് കൊടുത്തിരിക്കുന്നതിൽ 3 പോയിന്റും പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാമത്തേത്, മേൽപ്രകാരം താൽക്കാലിക പ്രൊമോഷൻ അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ നിയമനം ലഭിച്ചവരുടെ പ്രൊബേഷൻ പീരീഡ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കേട്ടറ്റ് യോഗ്യത നേടിയതിന് ശേഷം മാത്രമേ അവർക്ക് അനുവദിക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. അടുത്ത പോയിൻ്റാണ് വളരെ പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് സർവീസിൽ തുടരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. മേൽപ്രകാരം നിശ്ചയിച്ച സമയപരിധിക്കും കേട്ടറ്റ് യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ ഇവരെ പ്രസ്തുത തസ്തികയിൽ നിന്നും റിവേർട്ട് ചെയ്യുന്നതും ഇവർ പ്രസ്തുത കാലയളവിൽ വാങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണത്. ശ്രദ്ധിക്കേണ്ടതും വളരെ പ്രാധാന്യത്തോടു കൂടിയും അവസാന നിമിഷത്തേക്ക് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരും പ്രത്യേകം ഓർമ്മിക്കുക. എത്രയും വേഗം കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 2 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ദിവസങ്ങൾ ഒത്തിരി ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ജനറലായിട്ട് വർഷത്തിൽ 2 ആണ് ആകെ നടക്കുന്നത്. അതുപോലെ ഇപ്പോൾ അധ്യാപകർക്കായിട്ടും വർഷത്തിൽ 1 സാധാരണ രീതിയിൽ ഇതുവരെയുള്ള ഇതനുസരിച്ച് നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കുള്ള അവസരം വളരെ കുറവാണ്. മാക്സിമം പോയ 5-6 എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അപ്പുറത്തേക്ക് അവസരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, മേൽപ്രകാരമുള്ള ഒരു നിയമസാധുതയുള്ള സമ്മതപത്രം അല്ലെങ്കിൽ ബോണ്ട് താൽക്കാലിക പ്രൊമോഷൻ നൽകുന്നതിന് മുൻപായിട്ട് അനധ്യാപകരിൽ നിന്ന് വാങ്ങേണ്ടതും അവരുടെ സേവന പുസ്തകത്തിൽ അത് ചേർക്കേണ്ടതുമാണ്. എന്നാൽ അതാത് കാറ്റഗറിയിൽ കേട്ടിട്ടുള്ളവർക്ക് സ്ഥിരമായി പ്രൊമോഷൻ നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേട്ടറ്റ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേട്ടറ്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റും നമ്മൾ പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. മേൽ തീരുമാനങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഫയൽ ചെയ്തിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ്റെ തീരുമാനത്തിന് വിധേയമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിനയത്തിൽ, അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചത്, സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി എത്രമാത്രം ലഭ്യമാകുമെന്നുള്ളതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2012 മുതൽ തന്നെ ടെറ്റ് എന്ന് പറയുന്നത്, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അധ്യാപകരെ നേടിയെടുക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട യോഗ്യതയായിരുന്നു. അത് ചില കാരണങ്ങൾ കൊണ്ടോ ചില സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മുടെ കേരളത്തിൽ അത് അത്രമാത്രം സക്സസ്ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പരീക്ഷകളൊക്കെ ആരംഭിച്ചെങ്കിലും പല അധ്യാപകർക്കും ഇളവുകൾ നൽകി മുൻപോട്ട് പോവുകയാണ് ചെയ്തത്. അത് അവസാനം സർവീസിൽ തുടരുന്ന അധ്യാപകർക്ക് തന്നെ വിനയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒത്തിരി ഇളവുകൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. എത്രയും വേഗം കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക. അതിനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ഗ്രോ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക,
നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ കേട്ടറ്റ് ഓൺലൈൻ ക്ലാസ് നാളെ ആരംഭിക്കും. താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് അവധിക്കാലത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ചുകൾ ഏപ്രിൽ 7-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിനും നിങ്ങൾക്ക് അതേ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്